പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവമേ, അങ്ങേക്ക് സ്തുതി. സ്നേഹനിധിയായ ദൈവമേ, അങ്ങ് ഈ അവസരത്തിൽ ഞങ്ങളുടെ മേൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ഈ നിമിഷം വരെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ഭവനങ്ങളുടെ നാഥനായിരിക്കണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും പൂർണ്ണ പശ്ചാത്താപത്തോടെ നിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളോട് അലിവായിരിക്കണമേ. പരിശുദ്ധ കന്യകാമറിയമേ, നീ ഞങ്ങളുടെ ഭവനങ്ങളുടെ മധ്യസ്ഥയായിരിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരെയും നിനക്ക് സമർപ്പിക്കുന്നു. ആകുലരുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും അങ്ങയുടെ നീലമേലങ്കിയാൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. അവരെ ദൈവിക ചൈതന്യത്തിൽ എന്നും നിലനിർത്തണമേ. മാതാവേ, കൃപാസനം നാഥേ, എൻ്റെ ഉള്ളം നീ നിരീക്ഷിക്കണമേ. എൻ്റെ അന്ധമായ തീരുമാനങ്ങൾ, എൻ്റെ ചിതറുന്ന ഭാവി, എൻ്റെ ദുഃഖഭരിതമായ ദിനങ്ങൾ എല്ലാം നീ ഏറ്റെടുക്കണമേ. മാതാവേ, എൻ്റെ കുടുംബത്തെ നിന്റെ തിരു സാന്നിധ്യത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. നിന്നോട് പ്രാർത്ഥിക്കാൻ വൈകിപ്പോയ എൻ്റെ കുടുംബാംഗങ്ങളെ നീ മറക്കരുതേ. നിന്റെ മൃദുല സ്പർശനം അവരുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. നാഥേ, ആക്ഷേപങ്ങൾ സഹിക്കുന്നവർക്കും അനീതിയിൽ തളരുന്നവർക്കും നീ ന്യായം നടത്തി കൊടുക്കണമേ. മാതാവേ, നിന്റെ ജീവിതം തന്നെ ഒരു ദൈവസമർപ്പണമായിരുന്നല്ലോ. അമൂല്യമായ കൃപയ്ക്കായി നീ ഏറെ വില നൽകി. മാതാവേ, ഇപ്പോൾ ഇതാ എൻ്റെ ജീവിതവും ഞാൻ ദൈവസമർപ്പണത്തിന് വിട്ടു നൽകുന്നു. നീ പ്രാർത്ഥിച്ച പോലെ എന്നെയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പഠിപ്പിക്കണമേ. പ്രതീക്ഷയുടെ വെളിച്ചം അനിശ്ചിതത്തിനും അപ്പുറത്തേക്ക് ഉയർന്നു വരട്ടെ. എൻ്റെ ജീവിതത്തിൽ നീ നൽകിയ ഓരോ കുഞ്ഞു കൃപകൾക്ക് പോലും ഈ നിമിഷം ഞാൻ നന്ദി പറയുന്നു. കണ്ണീരില്ലാതെ, ഭയമില്ലാതെ, വിശ്വാസത്തോടെ ഞാനിപ്പോൾ നിന്റെ മടിയിൽ കിടക്കുന്നു. എന്നെ കരുതണമേ കൃപാസന മാതാവേ, എന്നും എൻ്റെ കൂടെ ആയിരിക്കണമേ. ക്രൂശിതൻ്റെ നാമത്തിൽ ഇന്നും എപ്പോഴും എന്നേക്കും ആമേൻ.